ലച്ചുവിനെ ചതിച്ച് വിവാഹം കഴിക്കാം എന്ന് ദിനേശൻ തീരുമാനിക്കുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരു ദിവസം ലച്ചു ശ്രീദേവി അമ്മയോടും കാവേരിയോടും പറയാണ്, ഞാൻ അമ്പലത്തിൽ പോവാണ്, മനസ്സിന് സുഖമില്ല, ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ തന്നെയാണ് പോകുന്നത് എന്ന് പറയാണ്. ഇത് മറഞ്ഞു നിന്ന് കേൾക്കുന്ന ദിനേശൻ തീരുമാനിക്കുന്നുണ്ട് ലച്ചുവിനെ അവിടെ വെച്ച് തന്നെ താലി കെട്ടണമെന്ന്. ശേഷം ദിനേശൻ ആരോടും പറയാതെ പെട്ടെന്ന് പോവാണ്. ആ സമയത്ത് കാവേരി ചോദിക്കുന്നുണ്ട്, എവിടേക്ക് പോകുന്നത്, ഇന്ന് ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുള്ളത് മറന്നോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ കാവേരിയോട് ദേഷ്യപ്പെട്ട് പെട്ടെന്ന് പോവാണ്. പിന്നീട് കാവേരി കിച്ചണിൽ രാജുവിനോട് ചായ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ടെൻഷനായി നിൽക്കുന്നതെന്ന് രാജു ചോദിക്കുമ്പോൾ കാവേരി പറയാണ്, ഇന്ന് ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തതാ, ഈ ദിനേശേട്ടൻ എവിടേക്കാണെന്നൊന്നും പറയാതെ ഇവിടെ നിന്ന് പോയി. അപ്പോൾ എപ്പോഴാണ് പോയതെന്ന് രാജു ചോദിക്കുമ്പോൾ കാവേരി പറയാണ്, കറക്റ്റായി പറയുകയാണെങ്കിൽ ലച്ചു അമ്പലത്തിലേക്ക് പോയില്ലേ, അതിന് തൊട്ട് പിന്നാലാണ് പോയെന്ന് പറയാം. അപ്പോൾ ശേഷം രാജുവിന് എന്തൊക്കെയോ സംശയം തോന്നി രാജു ലച്ചുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ഫോൺ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് സഞ്ജുവിനെ വിളിച്ച് കാര്യം പറയാണ്. പിന്നീട് ദിനേശൻ അമ്പലത്തിൽ ലച്ചുവിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സഞ്ജു വരികയാണ്. അപ്പോൾ സഞ്ജു നോക്കുന്നുണ്ട് ലച്ചുവിനെ. അപ്പോൾ ശേഷം സഞ്ജു ദിനേശനെ കാണുന്നുണ്ട് അവിടെ വെച്ച്. അപ്പോൾ ദിനേശനോട് ലച്ചു എവിടെയെന്ന് ചോദിക്കുമ്പോൾ ദിനേശൻ അവിടെ നിന്ന് പോവാണ് വേഗം. അപ്പോൾ സഞ്ജു ദിനേശൻ്റെ പിന്നാലെ പോയി ചോദിക്കുകയാണ് വീണ്ടും. അപ്പോൾ സഞ്ജുവിൻ്റെ കല്യാണ ഫോട്ടോ എടുത്ത് ദിനേശൻ കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.